സാവിത്രിയുടെയും നാണിയമ്മയുടെയും സംഭാഷണത്തിൽ നിന്നും വേദയ്ക്ക് പല സംശയങ്ങളും തോന്നി. പ്രത്യേകതരം കൂട്ടുകളെന്ന് പറയുമ്പോ അതെന്തൊക്കെയാ? അല്ല, ആ പാല് കുടിച്ചാ എന്താ സംഭവിക്കുക? തന്നിൽ ഉടലെടുത്ത സംശയങ്ങൾ ഓരോന്നായി വേദ സാവിത്രിയോടും നാണിയമ്മയോടും ചോദിക്കാൻ തുടങ്ങി. മോളെ, നമുക്ക് അതിയായ ക്ഷീണമോ ഉറക്കക്കുറവോ മറ്റോ ഉണ്ടായാൽ അതൊക്കെ മാറ്റാൻ നാണിയമ്മയുടെ കയ്യിൽ ഒരു ഒറ്റമൂലിയുണ്ട്. എന്തൊക്കെയോ പച്ചമരുന്ന് ചേർത്ത് പാലിൽ ചാലിച്ചു തരും. അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. പക്ഷേ ആ രഹസ്യക്കൂട്ട് ഇതുവരെ നാണിയമ്മ മറ്റാർക്കും പറഞ്ഞു തന്നിട്ടില്ല. ഇന്ദുലക്ഷ്മി മെല്ലെ ചിരിച്ചുകൊണ്ട് വേദയോട് പറഞ്ഞു. ആ പാലിന്റെ കാര്യമാ ഞാൻ ഇന്നലെ നാണിയമ്മയോട് ചോദിച്ചത്. ഗർഭിണിയാകുന്നതിന് മുന്നേ 4-5 തവണ ഞാൻ കുടിച്ചിട്ടുണ്ട്. ആ പാല് കുടിച്ച് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ തലവേദന തോന്നുമോ? വേദ ചോദിച്ചതും നാണിയമ്മ പെട്ടെന്ന് അരിമാവ് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തിയതിനു ശേഷം കൈ കഴുകാനായി അടുക്കളവാതിൽ നിന്നും പുറത്തേക്ക് പോയി. അത് കണ്ടുകൊണ്ട് വേദ നാണിയമ്മയുടെ പുറകെ ചെന്നു. കൈ കഴുകി തന്റെ സാരിത്തുമ്പിൽ തുടച്ചുകൊണ്ട് നാണിയമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു. വേദ അവരുടെ അടുത്തേക്ക് ചെന്നു. നാണിയമ്മേ, എന്താ ആ രഹസ്യക്കൂട്ട്? അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു പോകുമോ? എനിക്ക് ഇന്നലെ തന്ന പാലിൽ ആ രഹസ്യക്കൂട്ട് ചേർത്തിരുന്നു. വേദയുടെ ചോദ്യത്തിന് മുന്നിൽ നാണിയമ്മ ഒരു നിമിഷം പതറിപ്പോയിരുന്നു. അവർ വിയർക്കാൻ തുടങ്ങി. അവർക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞേ, ഞാൻ പറ നാണിയമ്മേ, ഇന്നലെ എനിക്ക് തന്ന പാലിൽ ആ രഹസ്യക്കൂട്ട് ചേർത്തിരുന്നോ? വേദ വീണ്ടും ചോദിച്ചു. അയ്യോ, ഇല്ല കുഞ്ഞെ, ഞാൻ ചേർത്തിട്ടില്ല. ആ പാലിൽ ഞാൻ കുങ്കുമപ്പൂവ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത്യധികം ക്ഷീണിച്ചിരിക്കുമ്പോഴേ, അതും വല്ലപ്പോഴും മാത്രമേ ഞാൻ ആ മരുന്ന് ആർക്കായാലും കൊടുക്കൂ. അങ്ങനെ എല്ലാവർക്കും എന്നും കൊടുക്കാൻ പറ്റില്ല അത്. അങ്ങനെ സംഭവിച്ച ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുമോ കുഞ്ഞെ? നാണിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഒന്നും മിണ്ടാതെ അവർ അവളുടെ അടുത്തു നിന്നും ഓടിപ്പോയിരുന്നു. പക്ഷേ നാണിയമ്മ പറഞ്ഞതൊന്നും വേദ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളിൽ ഇപ്പോഴും ആ സംശയം അവശേഷിച്ചു. വേദ നേരെ ചെന്നത് സാവിത്രിയുടെ അടുത്തേക്കായിരുന്നു. സാവിത്രി അടുക്കളയിൽ നിന്നും അവളുടെ മുറിയിലേക്ക് തിരികെ പോയിരുന്നു. അതുകൊണ്ട് വേദയും സാവിത്രിയുടെ മുറിയിലെത്തി. ചേച്ചി, എത്ര തവണ ആ പാല് കുടിച്ചിട്ടുണ്ട്? വേദ ചോദിച്ചതും തുണികൾ മടക്കി വെച്ചുകൊണ്ടിരുന്ന സാവിത്രി അവളെ നോക്കി. ഒരു 4-5 തവണ. എന്താ മോളെ? ഏയ്, ചുമ്മാ ചോദിച്ചതാ. ആ പാല് കുടിച്ചാ നല്ല ഉറക്കം വരുമല്ലേ? എങ്കിൽ എനിക്ക് ഇന്ന് ആ പാലൊന്ന് കാച്ചിത്തരാൻ നാണിയമ്മയോടൊന്ന് പറയോ ചേച്ചി? അതിന് മോക്കെന്താ, ക്ഷീണമോ മറ്റോ തോന്നുന്നുണ്ടോ? രാത്രിയിൽ ഉറക്കം വരാറില്ലേ മോളെ? സാവിത്രി വേദയുടെ മുഖമാകെ കൈകൾ കൊണ്ടൊന്ന് ഓടിച്ചു. എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്റെ ചേച്ചി. ചുമ്മാ ആ പാലൊന്ന് കുടിച്ചു നോക്കാൻ വേണ്ടിയാ ഞാൻ ചോദിച്ചേ. സാവിത്രിയുടെ ഇരു കൈകളും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വേദ പറഞ്ഞു. അങ്ങനെ വെറുതെ ഒന്നും അത് കുടിക്കാൻ പറ്റില്ല. നാണിയമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഇതുപോലെ തന്നെയായിരുന്നു സംഗീത. അവള് ഈ പാലിന് വേണ്ടി നാണിയമ്മയുടെ പുറകിന് നടക്കുമായിരുന്നു. പക്ഷേ നാണിയമ്മ ഒരു തവണ മാത്രമേ അത് കൊടുത്തിട്ടുള്ളൂ. അന്നവൾക്ക് പരീക്ഷയൊക്കെ നടക്കുന്ന സമയമായിരുന്നു. പരീക്ഷയെല്ലാം കഴിഞ്ഞതിന്റെ അന്ന് നാണിയമ്മ തന്നെയാണ് ആദ്യമായി അവൾക്ക് ആ പാൽ കാച്ചി കൊടുത്തത്. അന്ന് രാത്രി അവൾ നല്ലതുപോലെ കിടന്നുറങ്ങി. പിറ്റേന്ന് മുതൽ നിന്നെപ്പോലെ അവളും നാണിയമ്മയുടെ പുറകിലായിരുന്നു ഈ പാലിന് വേണ്ടി. അത്രയും പറഞ്ഞതും അറിയാതെ സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. വേദ കാണാതെ ആ കണ്ണുനീരിനെ സാവിത്രി തുടച്ചു മാറ്റി. ചേച്ചി, അത് കുടിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് പിറ്റേന്ന് തലവേദന തോന്നിയിരുന്നോ? വേദ വീണ്ടും ചോദിച്ചു. എനിക്ക് 2 വട്ടം അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല. എന്താ മോളെ? ഞാൻ വെറുതെ ചോദിച്ചതാ. തലവേദന മുഴുവൻ സംഗീതയ്ക്കായിരുന്നു. ഒട്ടുമിക്ക ദിവസങ്ങളിലും അവൾക്ക് തലവേദന തോന്നിയിരുന്നു. അതൊക്കെ ഒന്ന് മറന്ന് ഉറങ്ങാൻ വേണ്ടിയാ പാവം നാണിയമ്മയുടെ പുറകെ ആ പാലിന് വേണ്ടി നടന്നത്. പക്ഷേ നാണിയമ്മ കൊടുത്തിരുന്നില്ല. ആ പാല് കൂടുതൽ ഉള്ളിൽ ചെന്നാൽ ദോഷമാണത്രേ.
അത്രയും പറഞ്ഞുകൊണ്ട് സാവിത്രി മടക്കി വെച്ചിരുന്ന തുണികൾ അലമാരിയിൽ എടുത്തു വെച്ചു. അപ്പോഴേക്കും വേദ ആലോചനയിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. അവളുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പെട്ടെന്ന് സാവിത്രി അവളെ തട്ടി വിളിച്ചു. എന്തു പറ്റി മോളെ? നീ എന്താ ഈ ആലോചിക്കുന്നേ? വേദ പെട്ടെന്ന് തന്റെ ചിന്തകളിൽ നിന്നും തിരിച്ചു വന്നു. അവൾ ഒന്നുമില്ല എന്ന് തലയാട്ടി. പിന്നീട് അവര് രണ്ടുപേരും മറ്റു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെയിരുന്നു. രാത്രി ആയതോടെ ഭക്ഷണമൊക്കെ കഴിച്ച് സാവിത്രിയുടെ കൂടെ അല്പസമയം ഇരുന്നതിനു ശേഷം വേദ മുറിയിലേക്ക് ചെന്നു. അവിടെ ആദ്യ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യേട്ടൻ ഇതുവരെ കിടന്നില്ലേ? ഞാൻ ചേച്ചിയുടെ കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ കരുതി ആദ്യേട്ടൻ കിടന്നിട്ടുണ്ടാവുമെന്ന്. തന്റെ മുടിയെല്ലാം കൂടി ചുറ്റി വരിഞ്ഞ് കെട്ടിക്കൊണ്ട് വേദ പറഞ്ഞു. എനിക്കങ്ങനെ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുമോ വേദ? അതും ഇന്ന്? ആദി തന്റെ കയ്യിലെ പുസ്തകം മേശപ്പുറത്ത് വെച്ചതിനു ശേഷം ഒരു കള്ളച്ചിരിയോടെ അവൻ മേശയിൽ ചാരി നിന്നു. ഒന്നും മനസ്സിലാവാതെ വേദ അവനെ നോക്കി നിന്നു. നീ ഇത്ര പെട്ടെന്ന് എല്ലാം മറന്നുപോയോ? ഞാൻ രാവിലെ പറഞ്ഞതൊന്നും ഓർമ്മയില്ലേ? ആദ്യ ചോദിച്ചതും വേദ അതെന്താണെന്ന് ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൾക്ക് രാവിലെ ആദ്യ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നത്. അടുത്ത നിമിഷം ആദ്യ അവളുടെ പുറകിലൂടെ ചെന്ന് വാരി പുണർന്നിരുന്നു. ആ സമയം വേദ ഒന്ന് പുളഞ്ഞു. നിന്നെ മുഴുവനായും ഞാൻ ഇന്ന് സ്വന്തമാക്കാൻ പോകുക വേദ. നിനക്ക് എതിർപ്പില്ല എന്നറിയാം. എങ്കിലും നിന്റെ അനുവാദം എനിക്ക് വേണം. പറ വേദ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമുക്കൊന്നായിക്കൂടെ? എന്ത് പറയണമെന്നറിയാതെ വേദ ശില പോലെ നിന്നു. ആദി അവളുടെ കഴുത്തിന് പുറകിൽ ഒന്ന് ചുംബിച്ചു. വേദിയുടെ ശരീരമാകെ കുളിര് കോരിയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. കെട്ടിവെച്ചിരുന്ന അവളുടെ മുടി അവൻ മെല്ലെ അഴിച്ചിട്ടു. പതിയെ ആദി അവളെ തിരിച്ചു നിർത്തി. വേദയുടെ കണ്ണുകൾക്ക് ആദിയുടെ കണ്ണുകളെ നോക്കി നിൽക്കാൻ കഴിയാതെ വന്നതും അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. വേദ, നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. നിന്നിലേക്ക് അലിഞ്ഞു ചേരാൻ ഇനിയും ദിനങ്ങൾ എണ്ണി നീക്കാൻ എനിക്കാവില്ല വേദ. നിന്റെ അനുവാദത്തിനു വേണ്ടി ഇത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നു. പറ വേദ. കുറുമ്പോടെ അവൻ ചോദിച്ചതും അവൾ ചെറുചിരിയോടെ ഒന്ന് മൂളി. അത് കേട്ടതും ആദി നിറഞ്ഞ മനസ്സോടെ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ആ ചുംബനത്തിൽ അവന്റെ പ്രണയം അവളിലേക്ക് അലിഞ്ഞു ചേർന്നിരുന്നു. അവരുടെ പ്രണയത്തിന് സാക്ഷി വഹിച്ചുകൊണ്ട് കാർമേഘങ്ങൾ ആകാശത്തെ തിങ്ങി നിറഞ്ഞു. ആർത്തു പെയ്യുന്ന മഴയിൽ ഇരു മെയ്കളും ഒന്നു ചേർന്നു. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വേദാൻഷി ആദിദേവനെ എന്നേക്കുമായി സ്വന്തമായി തീർന്നിരുന്നു. കാർമേഘങ്ങൾ കൂടാതെ മറ്റൊരുവനും അവരുടെ കൂടിച്ചേരലിന് സാക്ഷി വഹിച്ചിരുന്നു. അവന്റെ ചുണ്ടുകളിൽ വശ്യമായ ചിരി വിടർന്നു. തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചുവടും എടുത്തുവെക്കാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വേദയും ആദിയും തങ്ങളുടെ പ്രണയം പങ്കുവെച്ച് അവരുടേതായ ലോകത്തായിരുന്നു. ഇതിനിടയിലും വേദ തന്നിൽ മുളച്ച സംശയത്തെ സാധൂകരിക്കാൻ നാണിയമ്മയുടെ പുറകിൽ ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് യാതൊരു തെളിവും കിട്ടിയിരുന്നില്ല. ഇപ്പോഴും ആ രാത്രിയിൽ എന്താണ് നടന്നതെന്ന് വേദയ്ക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. വേദ, നീ എന്താ പാതി വഴിയിൽ നിന്റെ പഠനം അവസാനിപ്പിച്ചത്? ആദിയുടെ നെഞ്ചിൽ തല ചായച്ചു കിടക്കുന്ന വേദ അവനെ ഒന്ന് നോക്കി മെല്ലെ ചിരിച്ചു. വിവാഹം ഉറപ്പിച്ചപ്പോ അച്ഛൻ പറഞ്ഞു പോകണ്ട എന്ന്. അന്ന് നിർത്തി. പിന്നെ എന്നെ പറ്റിയുള്ള കെട്ടുകഥകൾ അച്ഛന്റെ മനസ്സിനെ നോവിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ ആവാം അച്ഛൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഒരു നെടുവീർപ്പോടെ അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. എങ്കിലും നിന്നെ ഇത്രയ്ക്ക് ദ്രോഹിക്കാൻ മാത്രം ആരായിരിക്കും ഈ നുണക്കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക? ആരാണെങ്കിലും ചെയ്തത് തെറ്റ് തന്നെയാ. നീയെന്നല്ല, ആരോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണിത്. ആദി വേദയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അറിയാതെ അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അത് മനസ്സിലാക്കിയ ആദി അവളുടെ മുഖം ഉയർത്തിപ്പിടിച്ചു. അയ്യേ, എന്റെ പെണ്ണ് കരയുവാണോ? എന്തിന്? നിന്നെ എനിക്കറിയാം വേദ. നീ പഴയ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട.
ഇതിപ്പോ ഞാൻ ചുമ്മാ ചോദിച്ചതാണെന്ന് കരുതിയാ മതി. അവൻ അവളുടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ തുടച്ചു മാറ്റി. വേദ വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. വേദ, അടുത്ത മാസം ഞാൻ തിരികെ ദില്ലിയിലേക്ക് പോകും. നിനക്ക് സങ്കടമുണ്ടോ ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി പോകുന്നതിൽ? ഒരു മൂളലിൽ അവൾ തന്റെ ഖേദം പ്രകടമാക്കി. അത് കേട്ട് ആദ്യം മെല്ലെ ചിരിച്ചു. എനിക്ക് സങ്കടമുണ്ട്. നിന്നെ പിരിഞ്ഞ് എനിക്ക് പോകാനേ തോന്നുന്നില്ല. ഇപ്പോ എന്താ ചെയ്യാ? ഉം വേദ, നീയും എന്റെ കൂടെ പോരുന്നോ ദില്ലിയിലേക്ക്? കേട്ടത് വിശ്വസിക്കാനാവാതെ വേദ ആദിയുടെ നെഞ്ചിൽ നിന്നും പെട്ടെന്ന് അടർന്നു മാറിയിരുന്നു. അവൾ അത്ഭുതത്തോടെ ആദിയെ നോക്കി. എന്താ, നിനക്ക് താല്പര്യമില്ലാന്നുണ്ടോ? എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റണില്ല വേദ. അവിടെ ചെന്നാലും എന്റെ മനസ്സ് നിന്നെ തേടി ഇവിടെ വരും. അതിലും നല്ലത് നീ എന്റെ കൂടെ വരുന്നതല്ലേ. മാത്രമല്ല, എന്റെ പെണ്ണിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ തുടർന്ന് പഠിക്കുക എന്നത്. എന്റെ കോളേജിൽ തന്നെ നിന്നെ ചേർക്കുകയും ചെയ്യാം. അതാകുമ്പോ എനിക്കും കാണണമെന്ന് തോന്നുമ്പോ വന്ന് കാണാലോ. ചെറിയ കുറുമ്പോടെ അവൻ പറഞ്ഞതും വേദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അവനെ മാത്രം നോക്കിയിരുന്നു. ഈ പെണ്ണിന്റെ കാര്യം, നിന്നോടല്ലേ ഇങ്ങനെ കരയരുത് എന്ന് ഞാൻ പറഞ്ഞത്. നീ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഇനി കരയരുത്. മനസ്സിലായോ? അല്പം ഗൗരവത്തോടെ ആദി പറഞ്ഞതും വേദ അവനെ ഇറുക്കി പിടിച്ചിരുന്നു. എങ്ങനെ ആദ്യേട്ടാ ഞാൻ നന്ദി പറയുക? എന്റെ മനസ്സ് വായിച്ചതുപോലെയാണ് പലപ്പോഴും ആദ്യേട്ടൻ പെരുമാറുന്നത്. ഇപ്പോതാ ഇതും. തിരിച്ചു പോകുമ്പോ എന്നെയും കൂടെ കൂട്ടുമോ എന്ന് ചോദിക്കാനിരുന്ന എനിക്ക് ഇരട്ടി മധുരം പോലെ എന്റെ ജീവിതവും ജീവനും തിരിച്ചു തന്നില്ലേ ആദ്യേട്ടൻ? നീ എന്റെ അല്ലേ വേദ? നിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും എനിക്കല്ലാതെ ആർക്കാണിപ്പോ അറിയാൻ കഴിയുക? അതിലുപരി നിന്നെ പിരിയാൻ എനിക്കാവില്ല എന്നതാണ് സത്യം. ആദി അവളുടെ മുഖമുയർത്തി ഈറനണിഞ്ഞ കണ്ണുകളെ നോക്കി പറഞ്ഞു. വേദ ആദിയുടെ നെറുകയിലൊന്ന് ചുംബിച്ചു. ഇരു കണ്ണുകളും പൂട്ടി അവൻ അത് ഏറ്റുവാങ്ങി. ശേഷം അടർന്നു മാറാനിരുന്ന വേദയെ വിടാതെ അവളുടെ ചുണ്ടുകളെ കൊതിയോടെ അവൻ സ്വന്തമാക്കിയിരുന്നു. അല്പസമയം കഴിഞ്ഞിട്ടും ആദി വേദയെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അത് മനസ്സിലാക്കിയ വേദ അവനിൽ നിന്നും കുതറി മാറി. വേദ, നീ എവിടേക്കായി ഓടുന്നേ? ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല. ഞാൻ പോയി ചേച്ചിയോടും അമ്മയോടും ഒക്കെ ഈ സന്തോഷ വാർത്ത ഒന്ന് പറയട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് വേദ മുറിയിൽ നിന്നും പോയിരുന്നു. അവൾ പോയതും ആദി നിറഞ്ഞ മനസ്സോടെ കട്ടിലിൽ തല ചായ്ച്ചു കിടന്നു. വേദ ആദിയുടെ കൂടെ ദില്ലിയിലേക്ക് പോകുന്ന വിവരവും മുടങ്ങിപ്പോയ അവളുടെ പഠനം വീണ്ടും ആരംഭിക്കാൻ പോകുന്ന വിവരവും ദ്വാരകയിലും ശ്രീലകത്തും ഒരുപോലെ അറിഞ്ഞു. ഏവർക്കും അത് സന്തോഷ വാർത്ത തന്നെയായിരുന്നു. ശ്രീലകത്തെ ഓരോ കുടുംബാംഗങ്ങളും നിറഞ്ഞ മനസ്സോടെ ആദിയോട് നന്ദി പ്രകടമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വാർത്ത രണ്ടു മനസ്സുകളെ തളർത്തി. ഒരുവനിൽ തന്റെ ആഗ്രഹം അടങ്ങാതെ അവളെ വിട്ടുകളയേണ്ടി വരുമോ എന്ന പേടിയും, മറ്റൊരാളിൽ തന്റെ മകന് ലഭിക്കാതെ പോയ സൗഭാഗ്യം വേദ അനുഭവിക്കുമോ എന്ന വ്യാകുലതയുമായിരുന്നു.